ഹായ്, സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗോതമ്പ് കൊണ്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിൽ ചായയുടെ കടിയായിട്ടും ഉപയോഗിക്കാം. നമ്മൾ കുട്ടികൾക്കെല്ലാം ഇപ്പം മസാല ചേർത്ത അല്ലെങ്കിൽ മാഗി നൂഡിൽസ് പിന്നെ അതേപോലെ തന്നെ പാസ്ത അങ്ങനെയൊക്കെയല്ലേ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഒരു ഹെൽത്തി ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി വരാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിന്. പിന്നെ അതിനാവശ്യമായ ഉപ്പും ചേർക്കാം. ഉപ്പ് ഞാൻ അതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്കതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് മൊത്തം മിക്സാക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തത്, അപ്പോൾ അത് മിക്സാക്കാം. അതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനത് കുഴച്ചെടുക്കാം. അതാണ് ഞാൻ നല്ല മയത്തിൽ നല്ല ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അവിടെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ബോൾസാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതിന് മുകളിൽ വിതറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിത് പരത്തിയിട്ട് നല്ലപോലെ പരത്തിയിട്ട് 4 സൈഡും സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ 4 ഭാഗവും ഇതേപോലെ സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പിൽ മടക്കാം, അത് കാണിച്ചു തരാം. നമുക്കത് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ കോണിൽ നിന്ന് ഇങ്ങോട്ട് മടക്കാം. അതിന് ശേഷം ഇത് രണ്ടും ഈ സൈഡിലേക്ക് മടക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒന്ന് വെച്ചു. രണ്ടാമത്തേതും കൂടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ കോണായിട്ട് ഇങ്ങോട്ട് മടക്കി, അതിന് ശേഷം ഈ കോണും ഇത് രണ്ടും കൂടി ഇങ്ങനെ മടക്കി, കണ്ടോ? അപ്പോൾ നല്ലൊരു ഷേപ്പായിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് മൊത്തം ചെയ്ത് വെക്കാം. ഇനി ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വേണ്ടിയിട്ട്, തിളക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് തിളക്കട്ടെ. ഞാനിതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആക്കണമെന്നില്ല, അതാക്കി ഇഷ്ടമുള്ള ഏതെങ്കിലും ആകൃതിയിൽ ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ ആക്കി വെച്ച ഇത് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഞാൻ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഗോതമ്പിൻ്റെ അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഒന്ന് അത് വേവട്ടെ. ഞാനിപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് അരിപ്പയിലിട്ട് അരിച്ചിട്ട് അരിപ്പക്കയിലുകൊണ്ട് കോരി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഉണ്ടാക്കാം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ അതിനായിട്ട് നമുക്കതിൻ്റെ ഇതായിട്ട് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയെല്ലാം ചേർത്തിട്ടുണ്ട്. ഞാനിതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയൊരു സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. സവോള ചെറിയ കളറ് മാറുമ്പം തന്നെ നമുക്ക് ചെറുങ്ങനെ കളർ മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചതാണ്, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ച ചെറിയ 2-3 പച്ചമുളക്
ഒരു പച്ചമുളകാണ് ചെറിയ കൊത്തി അരിഞ്ഞ് എടുക്കുക. അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അത് വഴഞ്ഞ് വരുമ്പോൾ ചെറിയൊരു തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഇത് നന്നായി ഏകദേശം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഇതുണ്ടല്ലോ ഗോതമ്പിൻ്റെ, അതെടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഈ മക്രോണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ആക്കുന്നതിനെക്കാട്ടി ഇതാകുമ്പോൾ ഹെൽത്തി ഫുഡായി. ഇത് നമുക്ക് പാസ്ത പോലെ ഉണ്ടാക്കാം. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അതിൻ്റെ കൂടെ അതിൻ്റെ സോസൊക്കെ ചേർത്തിട്ട് ചെയ്യും. ഇത് ഉണ്ടോ, ഇത് നല്ല അടിപൊളിയാണ്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഇതാക്കുന്നു. വല്ലപ്പോഴും നമുക്ക് വീട്ടിൽ നിന്നും ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഉപ്പെല്ലാം ഞാൻ അതിനകത്തോട്ട് ചേർത്തത് കൊണ്ട് ഉപ്പങ്ങനെ വേണ്ടിയില്ല. നമ്മൾ ലേശം ഉപ്പ് വേണമെങ്കിൽ മുകളിലേക്ക് കൂടി ഒന്ന് വിതറി കൊടുക്കാം. കാരണം ഞാൻ ഉള്ളി വഴറ്റുമ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് അതിനകത്തോട്ട് യോജിക്കട്ടെ. ഇതിപ്പം നന്നായി യോജിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഇഷ്ടത്തിന് ഒഴിക്കാം. എനിക്ക് അത്ര കൂടുതലൊന്നും വേണ്ടാത്തതുകൊണ്ട് അത്ര ഒഴിച്ചിട്ട് ഇതിനെ നല്ലതായി യോജിപ്പിക്കാം. ഇത് കണ്ടോ, ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മക്രോണി പാസ്തയോ അല്ലെങ്കിൽ മാഗി, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മാഗിയൊക്കെ ആക്കിയ പോലെ ഇല്ലേ. അപ്പോൾ നമുക്കിത് ഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.